ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ക്ലാസ് കൊണ്ട് നമ്മൾ 2 മൊഡ്യൂൾസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. മൊഡ്യൂൾ 1 നമ്മൾ പെട്ടെന്ന് നോക്കി. മൊഡ്യൂൾ 2 ആണ് കുറച്ച് ടൈം എടുത്തത്. അപ്പൊ ഇത് മൊഡ്യൂൾ 2 മെയിൻ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ലൈക്ക് റിങ്, ഫീൽഡ്, ഗ്രൂപ്പ്, പിന്നെ ഫൈനൈറ്റ് ഫീൽഡ്, അതേപോലെ തന്നെ പോളിനോമിയൽ ഫീൽഡ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെക്കൻഡ് മൊഡ്യൂളിൽ പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളിൽ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. കാരണം ഇനിയിപ്പം ബാക്കിയുള്ള മൊഡ്യൂൾസിലൊക്കെ ഇതിന്റെ സെക്കൻഡ് മൊഡ്യൂളിലെ ഡാറ്റാസ് ആവശ്യം വരും. ഡാറ്റാസ് അല്ല, സെക്കൻഡ് മൊഡ്യൂളിലെ കൺസെപ്റ്റ് ഒക്കെ ആവശ്യം വരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടായിട്ടോ വല്ലതും ഉണ്ടോ? ഡൗട്ട് ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് 2 പ്രോബ്ലം തരാം, എന്നിട്ട് നമുക്ക് തേർഡ് മൊഡ്യൂളിലേക്ക് കിടക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്. 14 mod 26ഉം 17 mod 26ഉം കൂടി ആഡ് ചെയ്യാം. ആൻസർ എന്താ കിട്ടുന്നതെന്ന് ചെയ്തിട്ട് പറയാം. 14 mod 26ഉം 17 mod 26ഉം. ഇതാണ് പ്രോബ്ലം. ആതിര മൈക്ക് ഓൺ ചെയ്യോ? ആതിരയൊക്കെ ആതിര പ്രസന്റ് ആണോ? ഹലോ ആതിര, ഹലോ ഇതിലെ റിസൾട്ട് എന്താ വരുന്നത്? 14 mod 26 പ്ലസ് 17 mod 26. 14 plus 17. Yes. And the operation is modulo 26. Here modulo, the operation is modulo 26 addition. ആതിരയൊക്കെ ഹലോ ആതിര, ആൻസർ എത്രയാ വരുന്നത്? 14 mod 26 14 അല്ലേ? 14 പ്ലസ് 17. ഇത് മോഡുലോ 26 അഡീഷൻ നടത്തി കഴിഞ്ഞാൽ റിസൾട്ട് എത്രയായിരിക്കും വരുന്നത്? So question is, what is 14 plus 17? Here plus is nothing but modulo 26 addition. Or you can say that 14 plus 17 mod 26. What is the answer? ആതിര, ഞാൻ ക്ലാസ് എടുത്ത മനസ്സിലായില്ല ആതിരയ്ക്ക്? ആതിര മൈക്ക് ഓൺ ചെയ്തേ. ആതിരയ്ക്ക് ഹലോ ആതിര, ആൻസർ എന്താണ് വരുന്നത്? 31 mod 26 5 ആണോ? 5. ഓക്കെ ഓക്കെ ആതിര, മൈക്ക് ഓഫ് ചെയ്തു. ഇനിയിപ്പം വേറൊരു ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ അഡീഷന് വരം സബ്സ്ട്രാക്ഷൻ ആണ് കൊടുത്തത്. ക്വസ്റ്റ്യൻ 14 mod 26 മൈനസ് 17 mod 26. ഇതിന്റെ ആൻസർ എത്രയാണ്? ആശയൊക്കെ മൈക്ക് ഓൺ ചെയ്യോ?
ആശ, ആശക്കെ ഓക്കെ. സാർ ഇതിന്റെ ആൻസർ എത്രയാണ്? 14 മോഡ് 26 മൈനസ് 17 മോഡ് 26. 14 മോഡ് 26 മൈനസ് 17 മോഡ് 26. ആശ, ആ സാർ ആശയാണോ ആശയാണോ? പേരെങ്ങനെയാ? അല്ല, എനിക്കറിയില്ല. നിങ്ങളുടെ പേരെങ്ങനെയാ? ആശ എന്നാണോ ആശ എന്നാണോ പറയുന്നത്? ആശ. ആശ, ഓക്കെ. അപ്പൊ ഇത് ഞാൻ പഠിപ്പിച്ചപ്പം കേട്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? കഴിഞ്ഞ 2-3 ക്ലാസ്സിലും സെക്കൻഡ് മൊഡ്യൂളില്? ഓ എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ തരാം. 4 മോഡ് 26 പ്ലസ് 7 മോഡ് 26, ഇത് എത്ര ആൻസർ വരിക? മോഡ് 26. ഓക്കെ, 11 മോഡ് 26. ഇനിയിപ്പോ 24 മോഡ് 26 പ്ലസ് 7 മോഡ് 26 എത്ര വരിക? 31 മോഡ് 26. അത് എത്രയാ റിസൾട്ട് വരിക? 31 മോഡ് 26 എത്ര വരിക? ഫൈവ് ആണോ സാർ? 5. നോട്ട്. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തു. ഹിത, ആശ മൈക്ക് ഓഫ് ചെയ്തു. ഹിത മൈക്ക് ഓൺ ചെയ്യോ? ഹിത, ഇതിന്റെ ആൻസർ എത്രയാ? 14 മോഡ് 26 മൈനസ് 17 മോഡ് 26. വാട്ട് ഈസ് ദ ആൻസർ? ഓക്കെ, നോക്കട്ടെ. 3 ആണോ? എത്രയാ? 3 ആണോ? അല്ല, എന്റെ ആലോചിച്ചിട്ട് പറ. സർ, കൺസെപ്റ്റ് മനസ്സിലായോ ഹിതയ്ക്ക്? 14 മൈനസ് 17 എത്രയാ? 14 ഹിത, 14 മൈനസ് 17 മോഡ് 20, 14 മൈനസ് 17 എത്രയാ? ഓക്കെ, ദേവിക മൈക്ക് ഓൺ ചെയ്യോ? ദേവിക ലെഫ്റ്റ് ആയോ? റൊണാൾഡ് മൈക്ക് ഓൺ ചെയ്യോ? റൊണാൾഡ് ജോസ് മൈക്ക് ഓൺ ചെയ്യോ? റൊണാൾഡ്, ആളില്ലെന്ന് തോന്നല്ലേ? മസൻ ഹംസ മൈക്ക് ഓൺ ചെയ്യോ? മസൻ ഹംസ, മസൻ ഇല്ല.
മനുരാജ് പി വി. സാർ കേൾക്കാവോ? ഓക്കെ. മനുരാജ്, ഇതിന്റെ ആൻസർ എത്രയായിരുന്നു? 14 mod 26 മൈനസ് 17 mod 26. 23 ആണോ സാർ? 23. 23 ആണോ നോക്കാം നമുക്ക്. ചെറിയൊരു വ്യത്യാസമുണ്ട്. 14 മൈനസ് 17 എത്രയാ? -3 mod 26. ഓക്കെ, അപ്പൊ -3 mod 26 എന്ന് പറഞ്ഞാൽ 26 മൈനസ് 3, ദാറ്റ് വിൽ ബി 23. ഓക്കെ, 23 mod 26. ഓക്കെ മനുരാജ്. സാബിക മൈക്ക് ഓൺ ചെയ്യോ? സാബിക പി പി. ഹലോ സർ. സാബിക, ഇതിന്റെ ആൻസർ എത്രയാണ് വരുന്നത്? 11 mod 26 മൈനസ് 5 mod 26. സർ 40 അല്ല, അത് ഇതിന്റെ കിട്ടിയിട്ടില്ല സർ. ആൻസർ എങ്ങനെ വരിക? 6 ആണോ? 11 mod 26. ഹലോ ഹലോ 6. 6. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി. 5 mod 26 മൈനസ് 5 mod 26 എത്രയാണ്? 5 മോഡ്, ഒരു മിനിറ്റ് സർ. അല്ലെങ്കിൽ 5 mod 26ന്റെ ഇൻവേഴ്സ് അത് എത്രയാണ്? 5 മോഡ് 26ന്റെ അല്ലേ? ഇൻവേഴ്സ് ഓഫ് 5 mod 26, അഡിറ്റീവ് ഇൻവേഴ്സ് കേട്ടോ. ഓക്കെ ഓക്കെ. സർ 21 അല്ലേ? 21. ഓക്കെ 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 21. ശ്യാംലാൽ മൈക്ക് ഓൺ ചെയ്യോ? ഹലോ സാർ. 1 mod 26ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എത്രയാണ്? വൺ mod 26ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഹലോ. ഹലോ. മോഡുലർ 26 ഓപ്പറേഷനിൽ 1ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഷാംലാൽ മൈക്ക് ഓൺ ചെയ്ത്. ഓക്കെ. ശ്യാംലാലാണോ ഷാംലാലാണോ? 1 ആണോ? 1. ഓക്കെ 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 ശ്യാംലാൽ, ഇതിന്റെ ആൻസർ 1. കാരണം എന്താണ്? 1നെ 1 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് 1. അപ്പൊ 1ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1 തന്നെയാണ് വരുന്നത്. വൈഗ എം മൈക്ക് ഓൺ ചെയ്യോ? ഈ 1ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എത്ര വരുന്നത്? 1 mod 26ൽ 1ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. ട്വന്റി ഫൈവ്. ഓക്കെ ഓക്കെ വൈക. അപ്പൊ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയില്ല. ഇനിയിപ്പം ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കാം. 3 mod 5ന്റെ ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ത്രീ mod 5ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇത് എത്രയാണ്? ഹർഷ മൈക്ക് ഓൺ ചെയ്യോ? ഹർഷ പി.
ഇതിന്റെ ഹലോ സാർ 3 mod 5ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എത്ര വരുന്ന? ആണോ? ഹർഷ പറഞ്ഞോ. 2 ആണോ? 3 into 2 equal to 6. So 6 equal to, which is congruent to 1. Okay, 1 mod 5. Okay, ശരിയാണ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പം ഈ ഐഡിയ ഒക്കെയാണ് നമ്മളിനി സെക്കൻഡ് മൊഡ്യൂളിൽ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തേർഡ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിച്ച എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പഠിക്കണം ആവശ്യമുണ്ട്, അതേപോലെ തന്നെ അഡിറ്റീവ് ഇൻവേഴ്സും ആവശ്യമുണ്ട്. പിന്നെ മോഡുലാർ അഡീഷന്റെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം, മോഡുലാർ സബ്സ്ട്രാക്ഷൻ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് അറിയാത്തവരെ എന്താണെങ്കിലും ഒന്ന് ചെന്നിട്ട് നോക്കുക, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിനെ എങ്ങനെയാണ് വർക്കിംഗ് എന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിനായിട്ട് തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സിമെട്രിക് സൈഫർ ആണ്. അതായത് തേർഡും ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമെട്രിക് സൈഫർ ആണ്. അപ്പൊ സിമെട്രിക് സൈഫറിന്റെ ഒരു മോഡൽ ഇവിടെ ഞാനിപ്പോ സ്ലൈഡിൽ കാണിച്ചു തരാം. ഇതാണ് ഒരു സിമെട്രിക് സൈഫറിന്റെ മോഡല്, സിമെട്രിക് കീ ആൻഡ് സൈഫർമെന്റ്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ്. ഹിയർ യു ക്യാൻ സി വൺ കീ. There is one key and this key is used for both encryption and decryption. So if there is only one key for encryption and decryption, then we can say that such ciphers are called symmetric key ciphering. Okay, so here there is only one key, and this one key is used for both encryption and decryption. Okay, and such ciphering is called symmetric key ciphering. And here you can see some more expanded model of the symmetric key ciphering. And here there is one plain text. So this we have to encrypt this plain text. So there is one plain text and there is one key. So using a single key, we are encrypting the data as well as we are decrypting the data. Okay, അപ്പം ഈ സിമെട്രിക് കീ സൈഫറിംഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കീ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ഷെയ്ഡ് കീ ഉണ്ടാവും. അതായത് ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഒരു ഷെയ്ഡ് കീ ഉണ്ടാവും. അപ്പം ഇപ്പൊ ആലീസും ബോബും ആണ് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ആലീസിനും ബോബിന്റെ അടുത്ത് ഒരു ഷെയ്ഡ് കീ ഉണ്ടാവും. ഈ കീ രണ്ടുപേരുടെയും കീ സെയിം ആയിരിക്കും. സോ ഈ കീ ഉപയോഗിച്ചുകൊണ്ട് ആലീസ് എന്ത് ചെയ്യുന്നു, ആലീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഈ പ്ലെയിൻ ടെസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൽ ഗെറ്റ് എ സൈഫർ ടെസ്റ്റ്. എന്നിട്ട് ഈ സൈഫർ ടെക്സ്റ്റ് ആയിരിക്കും നമ്മൾ ഒരു ഇൻസെക്യൂർ ചാനലിൽ കൂടെ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പം ചാനൽ ഇവിടുത്തെ ചാനൽ ഇൻസെക്യൂർ ആണ്. നമ്മൾ ഇൻസെക്യൂർ ആക്കി മാറ്റുകയല്ല, ചാനൽ ഡീഫാൾട്ട് ആയിട്ട് ഇൻസെക്യൂർ ആണ്. So first before sending the data, we are encrypting the data using a shade key. Okay, അപ്പോൾ ഷെയ്ഡ് കീ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റേനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. അപ്പം ഡാറ്റേനെ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സൈഫർ ടെസ്റ്റ് കിട്ടുന്നു. എന്നിട്ട് ഈ സൈഫർ ടെസ്റ്റ് ആണ് നമ്മൾ ചാനലിൽ കൂടെ സെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സൈഫർ ടെസ്റ്റ് എന്ത് ചെയ്യുന്നു, ബോബ് റിസീവ് ചെയ്യുന്നു. അപ്പം ബോബ് സൈഫർ ടെസ്റ്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ ബോബിന് സിമ്പിൾ ആയിട്ട് ഈ സൈഫർ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡാറ്റേനെ ഈ ഷെയ്ഡ് കീ ഉപയോഗിച്ചുകൊണ്ട് ഈ സൈഫർ ടെസ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡീക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ടെസ്റ്റ് കിട്ടും. അപ്പൊ ആലീസ് സെൻഡ് ചെയ്യുന്ന അതേ പ്ലെയിൻ ടെസ്റ്റ് തന്നെ ബോബ് ഡീക്രിപ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഇൻസെക്യൂർ ചാനലിലായിരിക്കും ഈവ് ഉള്ളത്. അപ്പം ഈവ് എന്ന് പറഞ്ഞ ഒരു മൂന്നാമത്തെ ഒരു തേർഡ് പാർട്ടി. അപ്പൊ ഈ തേർഡ് പാർട്ടിക്ക് ഈ ഇൻസെക്യൂർ ചാനൽ ആക്സസ് ചെയ്യാൻ പറ്റും. സാധാ ഈ ചാനൽ ഈവിന് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്ലെയിൻ ടെസ്റ്റ് അതേപോലെ സെൻഡ് ചെയ്യാതെ സൈഫർ ടെസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്തുകൊണ്ട് ഈവിന് ഈ സെൻഡ് ചെയ്യുന്ന ഡാറ്റ മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സിമെട്രിക് സൈഫറിംഗ് മോഡലിന്റെ ഡയഗ്രാം. അപ്പോൾ ഫസ്റ്റ്
ഒരു എന്താണ് ഒരു ഷെയ്ഡ് കീ വേണം. അപ്പൊ ഈ ഷെയ്ഡ് കീ എന്താണ് ഇവര് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും ഈ ഷെയ്ഡ് കീ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഷെയ്ഡ് കീ ഇവിടെ അറിയാവുന്നത് കൊണ്ട് എന്താണ് ആലീസിനും ബോബിനും മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവിന് കമ്മ്യൂണിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ഡാറ്റ എന്താണ് ആലീസും ബോബും തമ്മിൽ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷെ എന്ത് ഡാറ്റയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് ഈവിന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ സിമെട്രിക് കീ സൈഫറിങ് തന്നെ എന്താണ് ആണ് ഈ തേർഡ് മൊഡ്യൂളിലും നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലും പഠിക്കുന്നത്. അപ്പൊ ഇൻ ദ തേർഡ് മൊഡ്യൂൾ വി ആർ മെയിൻലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ലെഗസി സൈഫറിംഗ് മോഡൽ ഓർ ട്രഡീഷണൽ സൈഫറിംഗ് മോഡൽ. അപ്പൊ ഈ തേർഡ് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് 20 ഈ അടുത്തായിട്ട് എന്താണ് പഴയ കാലത്ത് എന്താണ് സീസറും അതേപോലെ തന്നെ പഴയ കാലത്ത് യൂസ് ചെയ്ത സൈഫേഴ്സിനെ കുറിച്ചാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പൊ ഈ തേർഡ് മൊഡ്യൂള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ്. കാരണം എന്താണ് കുറച്ച് പഴയ സൈഫേഴ്സ് ആണ്. അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്താണ് പഠിക്കാനൊക്കെ പറ്റുന്ന ഇതാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. പക്ഷെ ഫോർത്ത് മൊഡ്യൂളിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സുകളാണ് ഫോർത്ത് മൊഡ്യൂളിൽ വരുന്നത്. ഇതെല്ലാം ഈ ഫോർത്ത് മൊഡ്യൂളിൽ എൻക്രിപ്ഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെ വേണം. പക്ഷെ തേർഡ് മൊഡ്യൂളിൽ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ ചെയ്യണമെങ്കിൽ എന്താണ് മാനുവലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പേപ്പറും പേനയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ തേർഡ് മൊഡ്യൂളിലെ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഫോർത്ത് മൊഡ്യൂളിലെ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ ചെയ്യണമെങ്കിൽ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെ വേണം. അപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇപ്പൊ അതിൽ വരുന്നത് ഫോർത്ത് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് വരുന്നത് DES എൻക്രിപ്ഷനും AES എൻക്രിപ്ഷനും ആണ്. ഈ DES എൻക്രിപ്ഷൻ എന്താണ് അതൊരു 10-20 വർഷം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡുകളാണ് DES എൻക്രിപ്ഷൻ. ഇപ്പം വരുന്നത് AES എൻക്രിപ്ഷൻ ആണ് വരുന്നത്. അപ്പൊ അതിനെ രണ്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കും. ഫിഫ്ത്ത് മൊഡ്യൂൾ ആണെങ്കിൽ അസിമെട്രിക് കീ സൈഫറിംഗ് ആണ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരുന്നത്. അപ്പം ഇവിടെ എന്താണ് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീ രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ അൽഗോരിതം ആയിരിക്കും നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ട്രഡീഷണൽ സൈഫറിംഗ് മോഡൽസ് ആണ് നമ്മൾ നോക്കുന്നത്. തേർഡ് മൊഡ്യൂളിലുള്ള ട്രഡീഷണൽ സൈഫറിംഗ് മോഡൽസ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പം ടോട്ടൽ അവർ ഇതിന് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 7 അവേഴ്സ് ആണ് ടോട്ടൽ ഇതിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. പക്ഷെ നമുക്കൊരു 3 അവർ കൊണ്ട് ഇത് തീർക്കാൻ പറ്റും. ഒരു സിമെട്രിക് സൈഫറിംഗിന്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം എന്താണ് ഇവിടെ ബോബും ഉണ്ട് ആലീസും ഉണ്ട്. അപ്പം ബോബ് എന്ത് ചെയ്യുന്നു ആലീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ബോബ് എന്ത് ചെയ്യുന്നു ഒരു കീ വെച്ചിട്ട് ഒരു എൻക്രിപ്ഷൻ അൽഗോരിതം ഇയും വിത്ത് എന്താണ് ഷെയ്ഡ് കീ കെ. അപ്പൊ ഈ എൻക്രിപ്ഷൻ അൽഗോരിതം ഷെയ്ഡ് കീയും കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ഡാറ്റനെ ഈ പ്ലെയിൻ ടെസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് സൈഫർ ടെസ്റ്റ് ആക്കി മാറ്റുകയാണ്. ഹിയർ C is the cipher test and P is the plain text and E is the encryption algorithm and K stands for the shade key. And in the at Alice end, Alice decrypting the encrypted data using a decryption algorithm D and the same shade key K. And by decrypting the cipher test C, the Alice will get the plain text. Okay. So here the two algorithms, encryption algorithm and decryption algorithm, or EK and DK, are complementary. Okay. So നമ്മൾ എന്താണ് ബൈ കാൽക്കുലേറ്റിംഗ് ദ എൻക്രിപ്റ്റഡ് നമ്മൾ ഇകെന്റെയും ഡികെന്റെയും എന്താണ് ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓൾറെഡി ട്രാൻസ്മിറ്റ് ചെയ്ത പ്ലെയിൻ ടെസ്റ്റ് കിട്ടും. അപ്പൊ ഇതാണ് മാത്തമാറ്റിക്കൽ ജസ്റ്റ് അനാലിസിസ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതെന്ന് വെച്ചാൽ കിർച്ചോഫ് പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ ഇത് പറയുന്നതെന്ന് വെച്ചാല് ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഇല്ല, സൈഫർ എന്താണ് സൈഫറിന്റെ റെസിസ്റ്റൻസ് അതിന്റെ കീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കണം.
അതിന്റെ എൻക്രിപ്ഷൻ അൽഗരിതത്തിനെ ഡീക്രിപ്ഷൻ അൽഗരിതത്തിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. സോ according to the Kirchhoff principle, it is saying that the resistance of a cipher to an attack must be based on the secrecy of the key only, and it won't be dependent on the encryption and decryption algorithm. The secrecy of encryption and decryption algorithm. Mubarak, Muhammad Mubarak, no mic off here. Muhammad Mubarak. Muhammad Mubarak, mic off here. ഓക്കെ, ഇനി നമ്മൾ ട്രഡീഷണൽ സൈഫേഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കണം. അപ്പം ഈ സെക്കൻഡ് മൊഡ്യൂളിൽ അല്ല തേർഡ് മൊഡ്യൂളിൽ കുറച്ച് എല്ലാ സൈഫറും ട്രഡീഷണൽ സൈഫറാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറാണ്. അപ്പൊ ഇതിൽ ഓരോ സിംഗിൾ ആൽഫബറ്റും എന്ത് ചെയ്യുന്നു, വേറൊരു ആൽഫബറ്റുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെ എന്താണ്, കുറച്ച് എക്സാമ്പിൾസ് ആണ്. മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ ഉണ്ട്, അതേപോലെ തന്നെ പോളി ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ ഉണ്ട്, അഫൈൻ സൈഫർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സൈഫേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് 2-3 സൈഫർ എങ്ങനെയാ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തേർഡ് മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈഫർ എന്ന് പറഞ്ഞാല് സീസർ സൈഫർ ആണ്. അഡിറ്റീവ് സൈഫർ, ഷിഫ്റ്റ് സൈഫർ ഓർ സീസർ സൈഫർ. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ സീസർ സൈഫറും മൾട്ടിപ്ലിക്കേറ്റീവ് സൈഫറും ഒക്കെ മോണോ ആൽഫബറ്റിക് സൈഫറാണ് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ മോണോ ആൽഫബറ്റിക് സൈഫറിൽ എന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ ടെസ്റ്റിന്റെ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നു, സൈഫർ ടെസ്റ്റിന്റെ ഒരു ക്യാരക്ടറിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, ഒരു 1-to-1 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലെയിൻ ടെസ്റ്റ് ക്യാരക്ടർ ആൻഡ് സൈഫർ ടെസ്റ്റ് ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റും. സോ ഇൻ എ മോണോ ആൽഫബറ്റിക് സൈഫർ ദർ വിൽ ബി a 1-to-1 relationship between plain text character and a cipher text character. ഇപ്പൊ ഇവിടെ ഒരു ഇതിന്റെ വർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു നമുക്ക് പ്ലെയിൻ ടെസ്റ്റ് കൺസിഡർ ചെയ്യാം. പ്ലെയിൻ ടെസ്റ്റ് എന്താണ്, പ്ലെയിൻ ടെസ്റ്റിലുള്ള ലെറ്റേഴ്സ് എത്രയായിരിക്കും, A to Z വരെയുള്ള ലെറ്റേഴ്സ് ഉണ്ടാവും. ആൻഡ് സൈഫർ ടെസ്റ്റിലും എന്തായിരിക്കും, A to Z വരെയുള്ള ലെറ്റേഴ്സ് സൈഫർ ടെസ്റ്റിലും കാണാൻ പറ്റും. അപ്പൊ പ്ലെയിൻ ടെസ്റ്റിന്റെ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, അല്ലെങ്കിൽ പ്ലെയിൻ ടെസ്റ്റിലെ സൈഫർ ടെസ്റ്റിലെ എന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0യും ബിക്ക് 1ഉം അങ്ങനെ സി 2ഉം അങ്ങനെ എടുത്തിട്ട് സെഡിന് 25 എന്ന് വരെ അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്, പ്ലെയിൻ ടെസ്റ്റിലെ സൈഫർ ടെസ്റ്റിലെ ഓരോ ക്യാരക്ടറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്യുവാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഷിഫ്റ്റ് സൈഫറോ അഡിറ്റീവ് സൈഫറോ ഈ സൈഫറോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡുലോ ഓപ്പറേഷൻ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു പ്ലെയിൻ ടെസ്റ്റിലെ എച്ച് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇവിടെ സെൻഡ് ചെയ്യണം എന്ന് വെച്ചോ. ആൻഡ് നമ്മുടെ കീ എന്ന് വെച്ചാൽ കീ നമുക്ക് 2 ആണ്. നമുക്ക് ക്യാരക്ടർ സെൻഡ് ചെയ്യേണ്ടത് എച്ച് ആണ്. എച്ച് എന്ന് പറഞ്ഞ ക്യാരക്ടർ സെൻഡ് ചെയ്യണമെങ്കിൽ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 7 എടുക്കുന്നു. അപ്പൊ പിക്ക് പകരം നമ്മൾ 7 എടുത്തു, കെക്ക് പകരം എത്രയാണ് 2 എടുത്തു. അപ്പം റിസൾട്ട് എന്താണ്, സൈഫർ ടെസ്റ്റ് എന്തായാലും 7 + 2 mod 26 or 9. So cipher test will be 9. And in the decryption end നമ്മൾ എന്താണ്, കെന്റെ വാല്യൂ എന്താണ്, ബോബിന് നമുക്ക് അറിയാൻ പറ്റും. ആലീസാണ് സെൻഡ് ചെയ്യുന്നത്, ആ സെയിം കീ എന്താണ് ബോബിന് അറിയാൻ പറ്റും. അപ്പം ബോബിന്റെ കയ്യിൽ K2 ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ സൈഫർ ടെസ്റ്റ് C9 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ്, പ്ലെയിൻ ടെസ്റ്റ് എത്രയായിരിക്കും, 9 - 2 mod 26. 9 - 2 mod 26. So that will be 7. And ഈ 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്തായിരിക്കും, H. ഇവിടെ പ്ലെയിൻ ടെസ്റ്റ് H ആണ്, Hന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 7. ഇനി ഇവിടെ കീ 2 ആണ്. അപ്പം പ്ലെയിൻ ടെസ്റ്റിന്റെയും സൈഫർ ടെസ്റ്റിനും കൂടി എന്താണ്
ആഡ് ചെയ്തിട്ടുള്ള പ്ലെയിൻ ടെസ്റ്റിന്റെ കൂടെ കീ ആഡ് ചെയ്ത് മോഡ് 26 എടുക്കുമ്പോൾ 9 കിട്ടി. 9 ബോബിന് ട്രാൻസ്ഫർ ചെയ്തു. 9 - 2 മോഡ് 26 ആണ് ഇവിടെ ഡീക്രിപ്ഷൻ അൽഗോരിതം. സോ വിൽ ഗെറ്റ് 7. സോ 7 കറസ്പോണ്ടിങ് ടു എച്ച്. അപ്പൊ ഇവിടെ എന്താണ് പ്ലെയിൻ ടെസ്റ്റ് അതേപോലെ തന്നെ റീകവർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് പ്ലെയിൻ ടെസ്റ്റിന്റെ എൻക്രിപ്ഷൻ അൽഗോരിതം. അതേപോലെ തന്നെ എൻക്രിപ്ഷന്റെ അൽഗോരിതം ഡീക്രിപ്ഷന്റെ അൽഗോരിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻക്രിപ്ഷൻ ഈക്വൽ ടു P+K മോഡ് 26 ആൻഡ് ഡീക്രിപ്ഷൻ ഈക്വൽ ടു C-K മോഡ് 26. ഇവിടെ എങ്ങനെയാണ് ഹലോ എന്ന് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ കീ നമുക്ക് 2 ആക്കി 15 ആക്കി എടുക്കാം. കീ ഈക്വൽ ടു 15. അങ്ങനെയാണെങ്കിൽ ഹലോ എന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സൈഫർ ടെസ്റ്റ് എത്രയായിരിക്കും വരിക? ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ കീ 15 ആണ്, നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് ഹലോ എന്നാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഇതിന്റെ സൈഫർ ടെസ്റ്റ് എത്രയാണ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് കീ 15 മാറ്റിയിട്ട് കീ 1 ആക്കാം. കീ 1 അല്ല കീ 2. ഇങ്ങനെയാണെങ്കിൽ ഹലോ എന്നാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഫർ ടെസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആതിരയ്ക്ക് മൈക്ക് ഓൺ ചെയ്യോ? ആതിര ആതിരയ്ക്ക് ഹലോ. ആതിര ഇതിന്റെ സൈഫർ ടെസ്റ്റ് എത്ര വരിക? കീ 2 നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് ഹലോ എന്നാണ്. അപ്പൊ അതിന്റെ സൈഫർ ടെസ്റ്റ് എത്ര വരിക? 49 ആണോ? അല്ല, എച്ചിന് എന്തായിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്? കീ 2 ആണ്. അങ്ങനെയാണെങ്കിൽ എച്ചിന് എന്തായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്? 7 + 2 9. അപ്പൊ ജെ ആയിട്ടായിരിക്കും എച്ചിനെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി എന്തായിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്? 4+ കീ 2 ആണ്. 4+ 2 ഷിഫ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. 6ന് കറസ്പോണ്ടിങ് ആയിട്ട് ജി, എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ പേര് നോക്കി വെച്ചാൽ മതി. ഷിഫ്റ്റ് സൈഫർ ആണ്. അപ്പൊ 2 ഷിഫ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് 13 എൻ, അടുത്ത എല്ലിന് എൻ, ഒയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ക്യൂ. ഓക്കെ, അപ്പൊ ഇതാണ് എൻക്രിപ്റ്റ് ചെയ്ത കോഡ്. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തു. ഇനിയിപ്പം കീ നമുക്ക് കീ ഈക്വൽ ടു 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഹലോ എങ്ങനെയാണ് സെൻഡ് ചെയ്യേണ്ടത്? സോറി, ആശയൊക്കെ മൈക്ക് ഓൺ ചെയ്യോ? അക്ഷയ് പി എൻ മൈക്ക് ഓൺ ചെയ്യോ? ഹലോ സർ.
ഇതെങ്ങനെയാ ഹലോയിനെ എങ്ങനെയാ ട്രാൻസ്മിറ്റ് ചെയ്യുക? കീ 10 ആണെങ്കിൽ ഈ 10 ആണെങ്കിൽ ഇതാണ് എച്ച്. എച്ചിന്റെ കൂടെ എന്താണ് ചെയ്യേണ്ടത്? 7ന്റെ കൂടെ ROVVY 6OVVY. ഓക്കെ, അതെങ്ങനെയാ വന്നേ? അത് 10 ആവുമ്പോ 10 ആകുമ്പോ എച്ചിന് എന്തായിട്ടാ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്? എച്ചിന് എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടത്? എച്ചിനെ 7+10 ആയിട്ട് 7+10 6. 6. പിന്നെ ഈനെ 4+10 ആവുമ്പോ 14 O ആവും. 11+10 ആവുമ്പോ 21 ആവും, B ആവും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആയില്ല. ഇനിയിപ്പോ വേറൊരു പ്രശ്നമാണ്. ഞാനിപ്പം കീ 20 ആക്കി. അങ്ങനെയാണെങ്കിൽ ഹലോയിനെ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്? അർജുൻ CP മൈക്ക് ഓൺ ചെയ്യോ? അർജുൻ, ബിബിൻ കല്ലട മൈക്ക് ഓൺ ചെയ്യോ? ബിബിൻ, ബിജിബാൽ, NB. ഹലോ സാർ. ഓക്കെ. ഇപ്പൊ കീ 20 ആണെങ്കിൽ ഹലോയിനെ എങ്ങനെയാ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്? എച്ച് എവിടെയാ? എച്ച് 7. അപ്പം 7 പിന്നെ എത്രയാണ്? 7+20 അത് എത്രയാ? ബി വരും. ഓക്കെ. 7+20 = 27. ദാറ്റ് ഈസ് 27 = 1. ഓക്കെ, ബി. പിന്നെ ഇയോ? 4+20 വൈ വരും. 24 വൈ. എല് 11+20 31. 31 = F വരും. F 5 = F. അടുത്ത F. ഓയെ 14+20 34. 34 = 8 = I. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്താണ് അഡിറ്റീവ് സൈഫർ ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ജസ്റ്റ് എന്താണ് മെയിൻ ആയിട്ട് വരുന്ന, ഒന്നെങ്കിൽ ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം കീ 20 ആണെങ്കിൽ 6 ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 20 റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഷിഫ്റ്റ് സൈഫർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മോഡുലർ അഡീഷൻ ആയതുകൊണ്ട് അഡിറ്റീവ് സൈഫർ എന്ന് പറയുന്നു. ഇത് തന്നെയാണ് സീസർ സൈഫർ. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സൈഫർ ആണ് additive cipher or shift cipher or Caesar cipher. And here you can see the model used for the additive ciphering techniques. അപ്പോൾ ഇവിടെ ഒരു 15 എന്ന് പറഞ്ഞ കീ വെച്ചിട്ട് എങ്ങനെയാ ചെയ്തേക്കുന്നതെന്നാണ് കാണിച്ചേക്കുന്നത്. എന്നിട്ട് സെയിം പ്രൊസീജിയർ തന്നെ എന്താണ് ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പം ഡീക്രിപ്റ്റ് ചെയ്യാൻ നേരത്ത് BYFFI =
എന്താണ് ഇവിടെ കീ 20 ആണ്. അപ്പം കീ 20 ആണെങ്കിൽ നമുക്ക് എന്താണ് 20 ലെഫ്റ്റിലേക്ക് പോയച്ചാൽ മതി, അല്ലെങ്കിൽ 20 കുറച്ചേച്ചാൽ മതി. അപ്പൊ ഫസ്റ്റ് ബി എത്രയാണ്? ബി വരുമ്പോൾ 1 വരും. 1 മൈനസ് 20 ഈക്വൽ ടു മൈനസ് 90. എന്നിട്ട് ഈ മൈനസ് 90ന്റെ മോഡ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ നമുക്ക് WTAAD എന്ന് പറഞ്ഞ് കിട്ടി. നമ്മുടെ കീ 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ഡീക്രിപ്റ്റ് ചെയ്യുന്നത്? അനുഗ്രഹ മൈക്ക് ഓൺ ചെയ്യോ? ഹലോ സർ. ഇതാണ് സൈഫർ ടെസ്റ്റ്. നമ്മുടെ സൈഫർ ടെസ്റ്റ് C ഈക്വൽ ടു WTAAD ആൻഡ് കീ ഇസ് ഈക്വൽ ടു -15. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ പ്ലെയിൻ ടെസ്റ്റ് എത്ര വരിക? ഡബ്ല്യുവിന്റെ 22 മൈനസ് 15 22 minus 15 which will be equal to 7 -7. H ആയിരിക്കും. -7 H ആണോ? -7 അല്ല, -7 ആണ് കിട്ടിയത്. അല്ല സോറി, 22 മൈനസ് തെറ്റി 7 +7 തെറ്റിപ്പോയി. അപ്പൊ H ഫസ്റ്റ് H. ഓക്കെ, ടീമിന്റെ H 19 മൈനസ് ടീന്റെ 90 മൈനസ് 4 അപ്പൊ E. ഓക്കെ, പിന്നെ എന്റെ 0 മൈനസ് 0 മൈനസ് 15 0 മൈനസ് 15. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു -15. -15 എത്ര വരിക? -15 equal to 26 minus 15. That is equal to 11. L വരും. L. അടുത്ത L. പിന്നെ D ന്റെ 3 minus 15 which will be equal to -12. -12 equal to 26 minus 12 which will be equal to 14. സോ ക്ലിയർ ആയില്ലേ? ഓക്കെ, അനുഗ്രഹം മൈക്ക് ഓഫ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും ജസ്റ്റ് ഇപ്പൊ ഇതിന്റെ അഡിറ്റീവ് സൈഫർ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള സൈഫർ മോഡലിനെ കുറിച്ചൊന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടോ? പിന്നെ അറ്റൻഡൻസ് എല്ലാവരും ഇട്ടേക്ക് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം.